ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അമേരിക്കയിൽ, ജപ്പാനിൽ, സൗത്ത് കൊറിയയിൽ സ്റ്റോക്ക് മാർക്കറ്റുകളും അതുപോലെ തന്നെ മെമ്മറി റിലേറ്റഡ്, AI റിലേറ്റഡ്, ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു സെല്ലിംഗ് ആണ് നമ്മൾ വെള്ളിയാഴ്ച അമേരിക്കയിൽ കണ്ടിട്ടുള്ളത്. സൗത്ത് കൊറിയയിലും അത്തരത്തിലുള്ള സെല്ലിംഗ് പ്രഷർ വെള്ളിയാഴ്ച ദൃശ്യമായിരുന്നു. അതേസമയം ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ്, അതായത് അമേരിക്കയിലത്തെ വെള്ളിയാഴ്ചയിലത്തെ മാസീവ് സെൽ ഓഫിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നാളെയും അതുപോലെ തന്നെ ഈ ആഴ്ചയാണ്. ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. അതോടൊപ്പം തന്നെ സൗത്ത് കൊറിയൻ മാർക്കറ്റിലും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ജപ്പാനിലും അത്തരത്തിലുള്ള സെല്ലിംഗ് പ്രഷറൊക്കെ കണ്ടേക്കാം. വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ജാപ്പനീസ് ഇൻഡെക്സുകൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് ഇൻഡെക്സുകൾ മാത്രമാണ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം മറ്റെല്ലാ ഇൻഡെക്സുകളും വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ വീക്കാണ്. ഇന്ത്യൻ ഇൻഡെക്സുകളും വീക്കാണ്. ഒപ്പം നമ്മൾ കമോഡിറ്റി സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ കമോഡിറ്റികളിൽ നല്ല രീതിയിലുള്ള സെൽ ഓഫ് ആണ് കണ്ടിട്ടുള്ളത്. കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം, സിങ്ക്, ഈ കമോഡിറ്റികളിലൊന്നും തന്നെ കാര്യമായിട്ടുള്ളൊരു സെല്ലിംഗ് പ്രഷർ കണ്ടിട്ടില്ല. അതേസമയം ഗോൾഡിലും സിൽവറിലും നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷറാണ് കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുള്ളത്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം നീണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ IPO സീസൺ ചൂട് പിടിച്ചിരിക്കുകയാണ്. വലിയ IPOs ആണ് അമേരിക്കയിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത്. സ്പേസ് എക്സിന്റെ IPO $75 ബില്യൺ ആണ്. സ്പേസ് എക്സിന്റെ IPOയിൽ കൂടെ സ്പേസ് എക്സ് കളക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വലിയൊരു എമൗണ്ട് ആണ്. ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ IPO എന്ന് പറയുന്നത് 2019 നടന്നിട്ടുള്ള സൗദി ആരാംകോയുടെ IPO ആണ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ IPO. അന്ന് അവർ കളക്ട് ചെയ്ത് $29.4 ബില്യൺ ആണ്. അതായിരുന്നു അന്നത്തെ സൈസ്. സ്പേസ് എക്സിന്റെ സൈസ് വരുന്നത് $75 ബില്യൺ ആണ്. തീർച്ചയായിട്ടും ഒരു ബിഗ് സൈസാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിലത്തെ IPO സിസ്റ്റം, അലോട്ട്മെന്റ് സിസ്റ്റം ഒക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ സാധാരണ രീതിയിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വളരെ കുറവ് പെർസെൻറ്റേജ് ആണ് അലോട്ട്മെന്റ് പോകാറുള്ളത്. അറൗണ്ട് 5% റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് IPOയിൽ കൂടെ അലോട്ട്മെന്റ് ലഭിക്കാറ്. മറിച്ച് ETFകൾക്കും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ അലോട്ട്മെന്റ് കൂടുതൽ ലഭിക്കും. അതോടൊപ്പം തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ലോങ് ടേമിലേക്ക് ഈ സ്റ്റോക്കൊക്കെ ഹോൾഡ് ചെയ്യുന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ പൊതുവെ കമ്പനികൾ പ്രിഫർ ചെയ്യാറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, അതുപോലെ തന്നെ ETFകളെ, മ്യൂച്വൽ ഫണ്ടുകളൊക്കെ തന്നെയാണ്. അതേസമയം എലോൺ മസ്ക് വളരെ ജനകീയനാണ്. അദ്ദേഹത്തിന്റെ IPOയിലെ 30% നീക്കിവെച്ചിരിക്കുന്നത് റീറ്റെയിലേഴ്സിനാണ്. ഇത് വലിയൊരു ഫിഗറാണ്, വലിയൊരു പെർസെൻറ്റേജ് ആണ്. കാരണം $75 ബില്യൺ സൈസിൽ 30% റീറ്റെയിലേഴ്സിന് നീക്കിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ $22.5 ബില്യൺ ആണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരം ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു ഫിഗർ തന്നെയാണ്. സാധാരണ രീതിയിൽ 5% IPOയിൽ അമേരിക്കയിലൊക്കെ റീറ്റെയിലേഴ്സിന് അലോട്ട്മെന്റ് ലഭിക്കാറ്. അതേസമയം സ്പേസ് എക്സിൽ 30% നീക്കിവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോഴത്തെ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 1/5 ടേൺ ഓവർ വരുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നാണ്. ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ക്യാഷ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ 2019 ശേഷമുള്ള ഏറ്റവും കുറവ് ക്യാഷ് ഹോൾഡിംഗ് ഉള്ളൊരു സമയമാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്പേസസിന്റെ IPOയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എക്സിസ്റ്റിംഗ് സ്റ്റോക്കുകൾ വിറ്റതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സ്റ്റോക്കിൽ അല്ലെങ്കിൽ IPOയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷറും കൂടിയാണ് നമ്മൾ അമേരിക്കയിൽ കണ്ടിട്ടുള്ളത്. അതായത് $22.5 ബില്യൺ ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ മറ്റ് സ്റ്റോക്കുകളൊക്കെ വിറ്റുകൊണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇത്തരത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ബ്രോക്കറേജിന്റെ അക്കൗണ്ട്സിലൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ കയ്യിലും ക്യാഷ് ഹോൾഡിംഗ് കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും എക്സിസ്റ്റിംഗ് പൊസിഷൻസ് ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ IPOയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. റീറ്റെയിലേഴ്സ് വലിയ രീതിയിൽ സെല്ല് ചെയ്തിട്ടുണ്ട് സ്പേസസ് IPOയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഇനി വരാൻ പോകുന്ന IPOs നോക്കുകയാണെങ്കിൽ ആന്ത്രോപ്പിക്കിന്റെ IPO വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ എയുടെ IPO വരുന്നുണ്ട്. അപ്പോൾ ഒരു റീറ്റെയിൽ ഫ്രൻസി ഒക്കെ ഈ സ്റ്റോക്കുകളിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഏറ്റവും കൂടുതൽ മുന്നേറി
മുന്നേറിയിരുന്ന AI റിലേറ്റഡ്, ഡാറ്റാ സെന്റർ ചിപ്പ് റിലേറ്റഡ്, അതുപോലെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടർ റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ ഔട്ട് പെർഫോം ചെയ്തിരുന്നു, നല്ല അപ്രീസിയേഷൻ ഇൻവെസ്റ്റേഴ്സിന് ലഭിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു സെല്ലിംഗ് നടത്തിക്കൊണ്ട് SpaceX IPOയിലേക്ക് കൂടി റീറ്റെയിലേഴ്സ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷറാണ് അമേരിക്കയിൽ വെള്ളിയാഴ്ച കണ്ടത്. ഇത് വൺ ഓഫ് ദ റീസൺസ് ആണ്. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം നീണ്ടു പോവുകയാണ്. ഇത് എന്ന് ഒത്തുതീരും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു നിശ്ചയമില്ല ആർക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഒപ്പം ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ബോണ്ട് മാർക്കറ്റിൽ വലിയ ആക്ടിവിറ്റീസ് ആണ്. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ സാധാരണ രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂട്ടും. അതിനനുസരിച്ച് ബോണ്ട് ഈൽഡ് കൂടുമ്പോൾ തീർച്ചയായിട്ടും അതും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സെല്ലിംഗ് പ്രഷേഴ്സിന് ആധാരമായിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയിലത്തെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലെ സെല്ലിംഗ് പ്രശ്നം കാരണമാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും സ്പേസസിന്റെ IPO ഈ ആഴ്ചയിലാണ്. 11-ാം തീയതിയാണ് IPO ഒഫീഷ്യലി അലോട്ട്മെന്റ് വരാൻ പോകുന്നത്. 12-ാം തീയതി മുതലാണ് ട്രേഡിംഗ് ആരംഭിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള വളാറ്റിലിറ്റി ഒക്കെ കാണാനായിട്ട് സാധിക്കും. റീറ്റെയിലേഴ്സിന്റെ ഭാഗത്ത് കൂടുതൽ സ്റ്റോക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഒക്കെ വരുമ്പോൾ കൂടുതൽ സെല്ലിംഗ് പ്രഷറൊക്കെ കാണാം. അതുകൊണ്ട് തന്നെ $135 പെർ ഷെയർ ആണ് IPO പ്രൈസ് വരുന്നത്. ആ IPO ലിസ്റ്റ് ചെയ്തതിന് ശേഷം താഴേക്ക് മുകളിലേക്ക് ആയിട്ടുള്ള വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് സ്പേസസിന്റെ കാര്യത്തിൽ കാണാം. അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന IPOസിനൊക്കെ S&P 500 ഇൻഡെക്സിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഒരു വർഷത്തെ, അതായത് പാസ്റ്റ് 1 ഇയർ പ്രോഫിറ്റബിലിറ്റി ഉണ്ടായിരിക്കണം. ഇമ്മീഡിയറ്റ് ക്വാർട്ടറിൽ, അതായത് IPOന് മുമ്പുള്ള ക്വാർട്ടറിലും പ്രോഫിറ്റ് ഉണ്ടായിരിക്കും എന്നുള്ള ഒരു കണ്ടീഷൻ S&P ഇൻഡെക്സ് മാനേജ്മെന്റ് കമ്മിറ്റി റീറ്റെയിൻ ചെയ്തിരിക്കും. ഇത് ഓൾറെഡി ഉള്ള ഒരു കണ്ടീഷൻ തന്നെയാണ്. ഇത് മാറ്റണം എന്നൊക്കെയുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ S&P അത് മാറ്റുന്നില്ല. അപ്പോൾ SpaceX, ആന്ത്രോപിക്, OpenAI ഒക്കെ ഇപ്പോഴും ലോസിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആവുന്ന സമയത്ത് മാത്രമാണ് S&P 500 ഇൻഡെക്സിൽ ഈ സ്റ്റോക്കുകളെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതും സ്ലൈറ്റ് നെഗറ്റീവ് ആണ്. S&P 500 ഇൻഡെക്സ് തന്നെയാണ് ഗ്ലോബലി ഏറ്റവും ഫേവേർഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ഇൻഡെക്സ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇൻഡെക്സുകളിൽ ഉൾപ്പെടുത്തുന്നത് ഈ സ്റ്റോക്കുകൾക്ക് കാത്തിരിക്കേണ്ടി വരും. അതേസമയം നാസ്ഡാക്ക് ഇൻഡെക്സിലൊക്കെ ഉൾപ്പെടുത്തും. അതെവിടെയൊന്നും ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഇല്ല. അപ്പോൾ ഇതൊക്കെ പൊതുവേ ഒരു വൊളാറ്റിലിറ്റി സ്റ്റോക്കുകളിലേക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള റീറ്റെയിൽ ഫ്രണ്ട്സ് വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഒരു വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് അമേരിക്കൻ മാർക്കറ്റിലും കാണാനായിട്ട് സാധിക്കും. അത് പൊതുവേ SpaceX റിലേറ്റഡ് സെഗ്മെന്റിൽ, അതായത് സ്പേസ് റിലേറ്റഡ് സ്റ്റോക്കുകൾ, ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്കുകൾ, AI റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ ഒരു വൊളാറ്റിലിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഡാറ്റാ സെന്റർ റിലേറ്റഡ്, AI റിലേറ്റഡ് സെക്ടർ തന്നെയാണ്. ഡാറ്റാ സെന്ററിലേക്കുള്ള ക്യാപെക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ക്യാപെക്സ് ആണ് വരാൻ പോകുന്നത്. ഗ്ലോബലി ആണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ധാരാളം സ്പെൻഡിങ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ വലിയ രീതിയിൽ വൊളാറ്റിലിറ്റി വന്ന് മാർക്കറ്റ് താഴെ പോകുമ്പോൾ, ഇത്തരത്തിലുള്ള സെക്ടർ സ്റ്റോക്കുകൾ താഴെ പോകുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങാനുള്ളൊരു അവസരമാണ്. ചൂസി ആയിരിക്കണം, നല്ല സ്റ്റോക്കുകൾ നോക്കി വാങ്ങണം എന്നുള്ള ഒരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ചുള്ള ഒരു സ്റ്റോക്ക് സെലക്ഷനൊക്കെ എല്ലാ ഇൻവെസ്റ്റേഴ്സും നടത്തേണ്ടതാണ്. അപ്പോൾ ഗ്ലോബൽ ഫാക്ടേഴ്സ് ആണ് ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ Q4 GDP അനൗൺസ്മെന്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിരുന്നു. 7.8% കഴിഞ്ഞ ധനകാര്യ വർഷം അവസാനത്തെ ക്വാർട്ടറിൽ ഇന്ത്യൻ GDP ഗ്രോ ചെയ്തിരിക്കുന്നത്. ഇത് ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ്. എക്സ്പോർട്സിൽ ഉണ്ടായിട്ടുള്ള കുറവ് ഡൊമസ്റ്റിക് കൺസംഷനിൽ കൂടെ നികത്തിയിരിക്കുകയാണ്. പക്ഷേ ഗൈഡൻസ് തന്നിരിക്കുന്നത് ഈ വർഷം 6.6% GDP ഗ്രോ ചെയ്യുള്ളൂ എന്നുള്ളൊരു ഗൈഡൻസ് ആണ്. തീർച്ചയായിട്ടും ഇതൊരു നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ്. ഓൾമോസ്റ്റ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസുകളൊക്കെ ഡിസ്കൗണ്ടഡ് ആണ്. എന്നിരുന്നാലും ഇപ്പോഴത്തെ ഗ്ലോബൽ സിറ്റുവേഷൻ വെച്ച്
നോക്കുമ്പോൾ ഈ ഡാറ്റ, അതായത് ഈ ഗൈഡൻസ് ഡാറ്റ 6.6% GDP ഗ്രോത്ത് വന്നിരിക്കുന്നത് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിന് നൽകുമെന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. ഒപ്പം ഗവൺമെന്റ് ഫോറിൻ ഇൻഫ്ലോസിന് വേണ്ടി പല അനൗൺസ്മെന്റുകളും RBI ഒക്കെ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അനൗൺസ്മെന്റുകളൊക്കെ ഒരു ടെമ്പററി ഇമ്പാക്റ്റ് ആണ് നൽകുന്നത്. അതേസമയം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ ഡിമാൻഡ് ആയിട്ടുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കുറയ്ക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനമൊക്കെ ഗവൺമെന്റ് അനൗൺസ് ചെയ്തേക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത്തരത്തിലെ സ്റ്റോക്കുകളെ സംബന്ധിച്ചുള്ള അനൗൺസ്മെന്റുകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതും ഒരു ഡിസപ്പോയിൻമെന്റ് ആണ് മാർക്കറ്റിലുള്ളത്. ഒപ്പം ക്രൂഡ് ഓയിൽ പ്രൈസ് താഴാതിരിക്കുന്നത്. വെള്ളിയാഴ്ചയിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിലും താഴെ വന്നിട്ടുണ്ട്. $93 പെർ ബാരലിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ശനി ഞായറൊക്കെ ആയിട്ട് വീണ്ടും ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്കയൊക്കെ തമ്മിൽ ഹോർമോസ് കടലിലും ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. ഒപ്പം ഇറാൻ ബഹ്റിനെതിരെ, കുവൈറ്റിനെതിരെയൊക്കെ മിസൈലുകൾ തൊടുത്തുവിടുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇമ്പാക്റ്റ്, ഒപ്പം വലിയ രീതിയിൽ കഴിഞ്ഞ ആഴ്ചകൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബലി എല്ലാ മെമ്മറി സ്റ്റോക്കുകളും എയർ റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെ എല്ലാ ദിവസവും മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൻസി വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു സെല്ലിംഗ് പ്രഷറിന് പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ഒരുപക്ഷെ ഈ ആഴ്ചയും അത്തരത്തിലുള്ളൊരു സെല്ലിംഗ് പ്രഷർ കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഇത് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് മെമ്മറി സ്റ്റോക്കുകൾ, ഡാറ്റാ സെന്റർ റിലേറ്റഡ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഹണിവെൽ ഇന്റർനാഷണലിന്റെ സബ്സിഡിയറി ആയിട്ടുള്ള ക്വാണ്ടിനോം എന്ന് പറയുന്ന ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്റ്റോക്കാണ്. 4-ാം തീയതിയാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലിസ്റ്റ് ചെയ്ത് $71.13 പെർ ഷെയർ ആയിരുന്നു. $51 വരെയൊക്കെ താഴെ വന്നിരുന്നു. $56.25 പെർ ഷെയർ ഒക്കെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ഈ സ്റ്റോക്ക് ഓവർസീസ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ഹണിവെൽ ഇന്റർനാഷണലിന്റെ കേപ്പബിലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരൊരു സബ്സിഡിയറിയാണ്. നവംബർ മാസത്തിൽ ഇവരൊരു ക്വാണ്ടം കമ്പ്യൂട്ടർ ലോഞ്ച് ചെയ്തിരുന്നു. 94 ക്യൂബിറ്റ്സ് ആണ് ഈ കമ്പ്യൂട്ടറിന്റെ മെമ്മറി പ്രോസസ്സിംഗ് കപ്പാസിറ്റി ആയിരുന്നത്. ഇനി അടുത്ത മാസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും വലിയ കപ്പാസിറ്റിയുള്ള ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ് ലോഞ്ച് ചെയ്യാണ് ക്വാണ്ടിനം. അത്തരത്തിലുള്ള ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ് ലോഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ക്രിപ്റ്റോ കറൻസി രംഗത്താണ് ഇതിനൊരു ഇമ്പാക്റ്റ് വരുന്നത്. നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഇൻഡിക്കേഷനൊക്കെ ഇൻവെസ്റ്റേഴ്സിന് നൽകിയിരുന്നാണ്. നവംബർ മാസത്തിൽ 94 ക്യൂബിറ്റുള്ള ക്വാണ്ടം കമ്പ്യൂട്ടർ ഹണിവെൽ ലോഞ്ച് ചെയ്ത അന്ന് മുതൽ ബിറ്റ് കോയിൻ പ്രൈസ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4-ാം തീയതി ഇത്തരത്തിൽ ഇവരുടെ IPO കഴിഞ്ഞ് വലിയ ന്യൂസുകൾ വന്നപ്പോൾ വീണ്ടും ബിറ്റ് കോയിന്റെ പ്രൈസ് $60,000 പെർ ബിറ്റ് കോയിനിലേക്കൊക്കെ താഴെ വന്നിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം 2300 ക്യൂബിറ്റ് ലോജിക്കൽ സൈസ് അല്ലെങ്കിൽ ലോജിക്കൽ ക്യൂബിറ്റ് സൈസുള്ള ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 2300 ക്യൂബിറ്റ് സൈസുള്ള കമ്പ്യൂട്ടറിന് ബിറ്റ് കോയിന്റെ ക്രിപ്റ്റോഗ്രഫിനെ ക്രിപ്റ്റോഗ്രഫിക് എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ എല്ലാ ക്രിപ്റ്റോ കറൻസികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ടോക്കൺസിനെ സംബന്ധിച്ചൊക്കെ വലിയ ത്രെട്ടാണ്. അപ്പൊ ഇതൊക്കെ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ക്രിപ്റ്റോ മാർക്കറ്റിൽ. ഇപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ പാത്തറ്റിക് ആണ്. പല ടോക്കൺസും വാനിഷ് ചെയ്ത് കഴിഞ്ഞു. നോ ബയേഴ്സ്. ഇങ്ങനെയാണ് ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ക്രിപ്റ്റോ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സ് വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ അസറ്റിനൊന്നും ബേസിക് ഫണ്ടമെന്റൽ ഫാക്ട്സ് ഒന്നുമില്ല സപ്പോർട്ടിംഗ് ആയിട്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ടെക്നോളജിക്കൽ റവല്യൂഷൻ വരുമ്പോൾ ഇത്തരത്തിലുള്ള ക്രിപ്റ്റോഗ്രാഫിക് ടൂളുകളുടെയൊക്കെ എൻക്രിപ്ഷൻ ബ്രേക്ക് ആവുകയാണെങ്കിൽ വളരെ സീരിയസ് ത്രെട്ടാണ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിംഗ് പ്രൊഡക്റ്റുകളിലുള്ളത്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ ഇത്തരത്തിലുള്ള ക്രിപ്റ്റോഗ്രഫി പ്രൊഡക്റ്റുകളിൽ നിന്ന് സാധാരണ ഇൻവെസ്റ്റേഴ്സ് മാറി നിൽക്കുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ടെക്നോളജിക്കൽ റവല്യൂഷൻ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് ടെക്നോളജി ഇല്ലാണ്ട് ജീവിക്കാൻ സാധിക്കില്ല. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജെൻസികൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ എല്ലാവരും ഡിപ്പെൻഡ്
ചെയ്യുന്ന ചാറ്റ് GPT, ക്ലോഡ് ഇത്തരത്തിലുള്ള AI ടൂളുകൾ നൽകുന്ന ഫൈനാൻഷ്യൽ ഫെസിലിറ്റി ഒക്കെ തന്നെയാണ് റിസർച്ചിനും റെക്കമെൻഡേഷനൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു റിസർച്ച് സൂചിപ്പിക്കുന്നത് 70-75% സ്ട്രൈക്ക് റേറ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ പല ജനങ്ങളും പല ഇൻവെസ്റ്റേഴ്സും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി വീണ്ടും ഹ്യൂമൻ അഡ്വൈസുകൾ വീണ്ടും എടുത്തുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും മാസീവ് അട്രാക്ഷൻ ഇപ്പോൾ ഓപ്പൺ എയുടെ ആയാലും ക്ലോഡിൻ്റെ ആയാലും AI ടൂളുകൾ ഫൈനാൻഷ്യൽ മാർക്കറ്റ് റിസർച്ചിനും അതുപോലെ തന്നെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസിനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനനുസരിച്ചിട്ടുള്ള ഏജന്റുകളൊക്കെ ഏജന്റിക്കയുടെ ഭാഗമായിട്ടുള്ള ഏജന്റുകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് വളാറ്റിലിറ്റി താഴെ വരുമ്പോൾ വാങ്ങാനുള്ള അവസരമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ട പോലുള്ള അമേരിക്കയിലത്തെ മാസീവ് വളാറ്റിലിറ്റി പോലുള്ള വളാറ്റിലിറ്റി ഗ്ലോബലി വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ താഴെ പോകും. കാരണം കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 100, 200, 500% ഒക്കെ ഗെയിൻ കൊടുത്തിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. പ്രത്യേകിച്ച് ഡാറ്റാ സെൻറ്ററിൽ AI റിലേറ്റഡ് സ്റ്റോക്കുകൾ, ഡാറ്റാ സെൻറ്ററിൽ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ നേട്ടമാണ് ഇൻവെസ്റ്റേഴ്സിന് നേടിക്കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വേദാന്തയുടെ അണ്ടറിലുള്ള സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് മാത്രം നോക്കുകയാണെങ്കിൽ 500% ഗെയിൻ ചെയ്തിട്ടുള്ള ഒരു വർഷം. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഗെയിനൊക്കെ ഈ സെക്ടർ സ്റ്റോക്കുകളെ വീണ്ടും ഒരു ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കണം. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക്സ്, അതുപോലെ തന്നെ സ്റ്റെർലൈറ്റ് ടെക്നോളജീസ്. ഇപ്പോൾ സ്റ്റെർലൈറ്റ് ടെക്നോളജിയിൽ നിന്ന് ഡീമർജ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുണ്ട് STL നെറ്റ്വർക്ക്. അതും വേദാന്തയുടെ ഒരു കമ്പനി തന്നെയാണ്. ഇവരാണ് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് കമ്പനിയാണ്. AI റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആക്ടിവിറ്റീസ് ഉള്ള ഒരു കമ്പനിയാണ് STL നെറ്റ്വർക്ക്. ഇതൊക്കെ വളരെ ലോ ലെവലിലാണ് കോട്ട് ചെയ്യുന്നത്. 27-28 രൂപയൊക്കെ ഉള്ളൂ ഇപ്പോൾ പ്രൈസ്. തീർച്ചയായിട്ടും ലോങ് ടേമിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ AI ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് രംഗത്തുള്ള ഡെവലപ്മെൻറ്റ് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകുന്നത്. അതുപോലെ തന്നെ ടെലികോം രംഗത്തുള്ള തേജസ് നെറ്റ്വർക്ക് ഒരു ബെനിഫിഷ്യറിയാണ് ഇത്തരത്തിലുള്ള AI ഡാറ്റാ സെൻറ്റർ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ. തീർച്ചയായിട്ടും ഡാറ്റാ സെൻറ്റർ ഗ്രോ ചെയ്യാണ്. അപ്പോൾ തേജസ് നെറ്റ്വർക്ക്, HFCL, സ്റ്റെർലൈറ്റ് ടെക്നോളജീസ്, അതുപോലെ തന്നെ STL നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ഫിനോലെക്സ് കേബിൾസ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് നല്ല ഡേയ്സ് ആണ് ഹെഡ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള AI ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് ധാരാളം സ്റ്റോക്കുകളുണ്ട്. MNC സ്റ്റോക്കുകളുണ്ട്, ABB ഉണ്ട്, അതുപോലെ തന്നെ സീമെൻസ് എനർജി ഉണ്ട്, സീമെൻസ് ഉണ്ട്. ഒപ്പം ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മേക്ക് ഇൻ ഇന്ത്യ അണ്ടറിൽ സെർവേഴ്സ് നിർമ്മിക്കുന്ന കമ്പനികളുണ്ട്. E2V നെറ്റ്വർക്ക് ഉണ്ട്, അതുപോലെ നെറ്റ്വെബ് ടെക്നോളജീസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈമിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് വാങ്ങാനുള്ള അവസരമാണ് ഇത്തരത്തിലുള്ള മാസീവ് സെൽ ഓഫ് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളൊക്കെ നാളെയും ഒരുപക്ഷെ താഴെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഗ്ലോബൽ സെൽ ഓഫിൽ നിന്ന് ഏത് നല്ല സ്റ്റോക്കായാലും മാറി നിൽക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ചെറിയ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതേസമയം നമ്മൾ മറ്റു മാർക്കറ്റുകളുടെ റേറ്റിംഗും ഇന്ത്യൻ മാർക്കറ്റ് റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി അണ്ടർ പെർഫോമർ ആണ്. നമ്മളെ സംബന്ധിച്ച് ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ റുപ്പി ഡിപ്രീസിയേഷൻ, അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് വലിയ രീതിയിൽ വീണ്ടും ഫ്ലെയർ അപ്പ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും പെയിനൊക്കെ വന്നേക്കാം. പക്ഷെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മറ്റു മാർക്കറ്റുകളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി സേഫ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ സൗത്ത് കൊറിയൻ മാർക്കറ്റും നമ്മുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓവർടേക്ക് ചെയ്തിരുന്നു. അതുപോലെ തന്നെ തായ്വാനീസ് സ്റ്റോക്ക് മാർക്കറ്റും നമ്മുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓവർടേക്ക് ചെയ്തിരുന്നു. അവിടെയൊക്കെ 3-4 സ്റ്റോക്കുകളാണ് അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് ധാരാളം സ്റ്റോക്കുകളുണ്ട്. സ്കാറ്റേർഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അഡീഷൻ ആണ്. അതുകൊണ്ട് തന്നെ ലോങ് ടൈമിലേക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ്. അതേസമയം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ നല്ല രീതിയിൽ സെല്ലിംഗ് നടത്തുന്നുണ്ട്. അവരെ സെല്ലിംഗ് പേസ് കുറവാണ്. അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ നല്ല രീതിയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്താലും വാങ്ങാനായിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകളും റീറ്റെയിലേഴ്സും ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റീറ്റെയിലേഴ്സിന്റെ പെർസെൻറ്റേജ് കൂടുന്ന തീർച്ചയായിട്ടും മാർക്കറ്റ് വൊളാറ്റിലിറ്റി ഉള്ള സമയത്ത് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കും. കാരണം ഒരു സെന്റിമെന്റൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. സൈക്കോളജി ആണല്ലോ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഗൈഡ് ചെയ്യുന്നത്.
അപ്പോൾ അത്തരത്തിലുള്ള നെർവസ് സിറ്റുവേഷനിലൊക്കെ അത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തുകൊണ്ട്, നല്ല മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്തുകൊണ്ട്, നല്ല ETF സെലക്ട് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഓവർസീസ് ഇൻവെസ്റ്റേഴ്സിന് അതല്ലെങ്കിൽ ഓവർസീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ കൂടെ NSEയുടെ ഓവർസീസ് എക്സ്ചേഞ്ച് ഉണ്ട്, NSE IXൽ കൂടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു ഇൻവെസ്റ്റർക്ക് ഒരു വർഷം $2.5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാം ഓവർസീസ് സ്റ്റോക്കുകൾ. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല നീഷ് സ്റ്റോക്കുകൾ അമേരിക്കയിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ സൗത്ത് കൊറിയയിൽ, ജപ്പാനിൽ, ചൈനയിലുള്ള നല്ല സ്റ്റോക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ETF അമേരിക്കയിൽ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ETF സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഉള്ളൊരു അവസരമാണ് ഇത്തരത്തിലുള്ള മാർക്കറ്റ് ആളുകൾ നൽകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഇതൊരു അവസരമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി നമ്മളെ സംബന്ധിച്ച് മറ്റ് ഡൊമസ്റ്റിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ്, സ്റ്റോക്ക് റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെ ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓയിൽ ഇന്ത്യയിലെ അന്തമാനിലൊരു വെല്ലിൽ നിന്ന് വലിയ രീതിയിലുള്ള നാച്ചുറൽ ഗ്യാസ് റിസർവ് ആണ് കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഓയിൽ ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. ലോങ് റണ്ണിലേക്ക് നോക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ജെഫ്രീസ്, അതുപോലെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ പോർട്ട്ഫോളിയോസും ഒക്കെ റീഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജെഫ്രീസ് വലിയൊരു റിസർച്ചേഴ്സ് ആണ്. അവരുടെ റീഷഫിളിങ്ങിൽ GMR എയർപോർട്ട്, അതുപോലെ തന്നെ അഡാനി പോർട്ട്, മാക്സ് ഹെൽത്ത് കെയർ, ഫോർട്ടിസ് ഹെൽത്ത് കെയർ, എംബസി റേറ്റ്, അതുപോലെ തന്നെ ലോധ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, അഡാനി പവർ, അഡാനി എനർജി സൊല്യൂഷൻസ്, JSW എനർജി, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെയാണ് വീണ്ടും അവർ ആഡ് ചെയ്തിട്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ താഴെ വരുമ്പോൾ, പ്രത്യേകിച്ച് അഡാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ എല്ലാ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസും ഡിസ്കൗണ്ടഡ് ആണ്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവർ എല്ലാം മുക്തി നേടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച്, അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളെ സംബന്ധിച്ചും വളരെ നല്ല പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. അതോടൊപ്പം തന്നെ നല്ല പ്രോഫിറ്റ് വരുന്ന സമയങ്ങളിൽ കുറേയൊക്കെ പ്രോഫിറ്റ് എടുക്കാനായിട്ട് കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിലൊക്കെ പലപ്പോഴായിട്ട് ഞാൻ അഡ്വൈസ് ചെയ്തിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്ന ഡിസിഷനൊക്കെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും നന്നായിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിട്ടുള്ള IPO നോക്കുകയാണെങ്കിൽ CMR ഗ്രീൻ ടെക്നോളജീസ് ലിമിറ്റഡ് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നൊരു മെയിൻ ബോർഡ് IPO ആയിരുന്നു. 127.07 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സജസ്റ്റ് ചെയ്തിരുന്ന BSE SME IPO ഉണ്ടായിരുന്നു, മെരിട്രോണിക്സ് ലിമിറ്റഡ്. ഈ സ്റ്റോക്ക് 149 രൂപയ്ക്കാണ് ഈ IPO പ്രൈസിങ് വന്നിരിക്കുന്നത്. ഗ്രേ മാർക്കറ്റിൽ അറൗണ്ട് 50-60 രൂപയൊക്കെ കോട്ട് ചെയ്യുന്നുണ്ട് ഗ്രേ മാർക്കറ്റ് പ്രീമിയം. നാളെ മാർക്കറ്റ് വലിയ രീതിയിൽ താഴെ വന്നിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ലിസ്റ്റിങ്ങും താഴെയായേക്കാം. അതായത് ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിലൊരു കുറവ് വന്നേക്കാം. അപ്പം മെരിട്രോണിക്സ് ലിമിറ്റഡ് 180-190 ലെവലിലൊക്കെ ലഭിക്കുകയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂലുള്ള ഇൻവെസ്റ്റേഴ്സിന് BSE SMEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മെരിട്രോണിക്സ് ഇൻവെസ്റ്റ്മെന്റിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ഡിഫൻസ് റിലേറ്റഡ്, എയറോസ്പേസ് റിലേറ്റഡ്, അതുപോലെ തന്നെ PCB മാനുഫാക്ചറിംഗ് രംഗത്ത് ഹെവി എഞ്ചിനീയറിംഗ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. വളരെ നല്ലൊരു കമ്പനിയാണ്. ഡിഫൻസ് റിലേറ്റഡ് ഓർഡേഴ്സൊക്കെ ധാരാളമുള്ള ഒരു കമ്പനിയും കൂടിയാണ്. അപ്പോൾ BSE SMEയിലാണ് ഈ IPO. അപ്പോൾ ഈ IPO ലിസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം 149 രൂപയാണ് IPO പ്രൈസ്. ഗ്രേ മാർക്കറ്റ് പ്രീമിയം 50-60 രൂപയൊക്കെ മാർക്കറ്റിലുണ്ട്. ലിസ്റ്റിംഗ് സമയത്ത് ഒരു 180-190 റേഞ്ചിൽ വരികയാണെങ്കിൽ ലോങ് ടൈമിലേക്ക് റിസ്ക് എടുത്ത് SME സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ലിസ്റ്റിംഗ് ആണ് നാളെ വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഓവറോൾ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെയൊക്കെ സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ മിക്കവാറും നിഫ്റ്റി 23,000 ലെവലിൽ ഓപ്പൺ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. 23,000-23,100 ഇൻ ബിറ്റ്വീൻ ഈ ലെവലിലൊക്കെ ഓപ്പൺ ചെയ്തേക്കാം. വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ വീണ്ടും സെൽ ഓഫ് വരികയാണെങ്കിൽ 22,700, 22,500 വരെയൊക്കെ താഴാനുള്ള സാധ്യതകളുണ്ട്. നല്ല വൊളാറ്റിലിറ്റി നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഗ്ലോബൽ വൊളാറ്റിലിറ്റി,
അതേപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ തന്നെയാണ്. ഒപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മെമ്മറി സ്റ്റോക്കുകൾ, എയർ റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ വലിയ രീതിയിലാണ് മുന്നേറിയിരുന്നത്. അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഗ്ലോബൽ മാർക്കറ്റുകളിലുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഇമ്പാക്റ്റ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ കാണാം. അതേസമയം നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചുള്ളൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നീ സ്റ്റോക്കുകളൊന്നും തന്നെ നമ്മുടെ ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള സ്റ്റോക്കുകളൊന്നും ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പാരിറ്റീവ്ലി സേഫ് ആണ്. എന്നിരുന്നാലും ഗ്ലോബൽ സെന്റിമെന്റ് നെഗറ്റീവ് ആകുമ്പോൾ അതിൻ്റെതായ ഇമ്പാക്റ്റ് ഒക്കെ നമ്മുടെ മാർക്കറ്റിലും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആഴ്ചയിലെ മേജർ ഇവന്റ് എന്ന് പറയുന്നത് സ്പേസ് എക്സിന്റെ IPO ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്പേസ് എക്സിന്റെ IPOയിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗം വളരെ ഹ്യൂജ് ആണ്. അതിനനുസരിച്ചുള്ള സെല്ലിംഗ് പ്രഷർ അമേരിക്കയിൽ വെള്ളിയാഴ്ച കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ആഴ്ചയിലും അത്തരത്തിലുള്ള സെല്ലിംഗ് പ്രഷറൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. കാരണം ആന്ത്രോപിക്കിന്റെ IPO വരുന്നുണ്ട്, ഓപ്പൺ എയുടെ IPO വരുന്നുണ്ട്. അപ്പോൾ വോളാറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രം ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ കമോഡിറ്റികളിൽ നല്ല സെല്ലിംഗ് പ്രഷറാണ്. ഗോൾഡ്, സിൽവർ, ഈ കമോഡിറ്റികളിൽ കഴിഞ്ഞ ആഴ്ചയിലത്തെ സെല്ലിംഗ് പ്രഷർ നോക്കുകയാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷറൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലോബലി സെൻട്രൽ ബാങ്കുകളുടെ ഫോറക്സിൽ ഗോൾഡിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 27% അസറ്റ്സ് ഗോൾഡിലാണ്. സെൻട്രൽ ബാങ്കുകളുടെ ഫോറക്സ് റിസർവിൽ 22% US ഡോളറുള്ളൂ. 15% യൂറോ ഡിനോമിനേറ്റഡ് അസറ്റ്സ് ഉള്ളു. അപ്പോൾ ഗോൾഡിന്റെ ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ ബാങ്കുകളൊക്കെ ബൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ചൈനയിൽ ഗോൾഡിന്റെ ഒരു ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഇന്ത്യയിലും ഉണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹയർ ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് കൂടാൻ പോകുന്നു. ഇത് ഗ്ലോബലി ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ കമോഡിറ്റി മാർക്കറ്റിൽ നമുക്ക് നല്ല വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. എന്നിരുന്നാലും നല്ല രീതിയിൽ വലിയൊരു ക്രാഷൊക്കെ വരുമ്പോൾ ഗോൾഡിലും സിൽവറിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അതും ഘട്ടഘട്ടമായിട്ട് ETF-ൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയായിരിക്കും ഇൻവെസ്റ്റേഴ്സിന് നല്ലത്. അപ്പോൾ വൊളാറ്റിലിറ്റിയോട് കൂടിയുള്ളൊരു മാർക്കറ്റ് ഈ ആഴ്ചയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ SME ലിസ്റ്റിംഗ് വരുന്ന SMBയിൽ നാളെ ട്രേഡിംഗ് ആരംഭിക്കുന്ന മെരിട്രോണിക്സ് ലിമിറ്റഡ് 180-190 ലെവലിലൊക്കെ ലഭിക്കുകയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. ഒപ്പം വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. പല ന്യൂസ് ഫ്ലോസ് വന്ന് നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി മറ്റു മാർക്കറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യൻ മാർക്കറ്റ് കമ്പാരിറ്റീവ്ലി സേഫാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.